ഇന്ന് 20,000 രൂപയുടെ ഒരു ഫോൺ നിങ്ങൾക്ക് വെറും 300 രൂപയ്ക്ക് തരാൻ പോവുകയാണ്. നല്ല സന്തോഷമായിട്ടൊരു വാർത്തയാണല്ലേ? അതെ, 20,000 രൂപ നല്ല ഫീച്ചറുള്ള ഫോണാണിത്. ഇത് നിങ്ങൾക്ക് എത്രായിരം രൂപ ലാഭം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. വെറും 300 രൂപ മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി, നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു ഫോൺ എത്തും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിനു വേണ്ടി പണം അടച്ച് വെയിറ്റ് ചെയ്യുക. കുറച്ചാൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഫോൺ ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടും. ശരിയാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഫോൺ വരത്തില്ല. ഇതെല്ലാം വ്യാജമായിട്ടുള്ള വാർത്തയാണ്. ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പരിചയക്കാർ ഒരുപാട് പേർക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. സ്ഥിരമായിട്ട് ഇടയ്ക്കും ഒരു അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിക്ക് ഇതേപോലൊക്കെ ഒരു സംഭവം നടന്നു. അദ്ദേഹം ഒരു 10-25,000 രൂപയുടെ ഒരു ഫോണിന് അദ്ദേഹം 300-400 രൂപ മുടക്കി അദ്ദേഹം കാത്തിരുന്നു. അങ്ങനെ വരത്തില്ല. നിങ്ങളുടെ അതിലേക്ക് അങ്ങനെ അഡ്രസ്സേ വരത്തില്ല. പിന്നെ മാത്രവുമല്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാമെങ്കിൽ ഈ കാണുന്ന ഈ സൈറ്റുകൾ ഒന്നും അവൈലബിൾ അല്ല. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ കാണും ഇവയെ. പക്ഷേ ഇവർ ഓരോ ആഴ്ചയും ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലൊക്കെയുള്ള 10,000 ഇവർ ഇത് പറ്റിക്കുകയാണ് ഒരു ദിവസം. എന്ന് വെച്ചാൽ ഇവർ കോടികളാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഈ ഒരു ദിവസം കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഒറ്റ മുങ്ങും. നിങ്ങൾ ഈ 300 രൂപ 400 രൂപ മുടക്കിയതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പരാതിപ്പെടാനോ ഒന്നും നിങ്ങൾ പോകത്തില്ല. അത് അവർക്കറിയാം. 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് നിങ്ങൾ അതിന് പോകത്തില്ല. ഇത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവർ ഇത് നിങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഫോണുകളും പല കാര്യത്തിൽ അടുത്ത് തന്നെ നമുക്ക് ഒരു വ്യക്തി അത് 6 എലിപ്പെട്ടികൾ ഓർഡർ ചെയ്ത്, എലിപ്പെട്ടികൾ അദ്ദേഹം കൊണ്ട് 500 രൂപയ്ക്കും കണ്ട ഓർഡർ ചെയ്ത് വന്നപ്പോൾ ദ്രവിച്ച് പഴകിയ ഒരു 50 രൂപയുടെ ഒരു പെട്ടി, ചെറിയത്, ഇതാണ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ മോഡലിലാണ് ഇവർ ഈ സൈറ്റുകൾ ഇറക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ, നിങ്ങൾ കാണുന്ന ഫേസ്ബുക്കിലൂടെയാണ് ഒരുപാട് ഇങ്ങനെയുള്ള കളിപ്പീര് നടക്കുന്നത്. ഇത് കൂടുതലും പ്രായമുള്ളവരാണ് വീണ് പോകുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ 300 രൂപ 400 രൂപയ്ക്ക് ഇങ്ങനെ ഫോൺ കിട്ടും. വളരെ ലാഭമാണ്. അവരൊക്കെ ആരും അറിയാതെ, അവരുടെ വീട്ടിലെ മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ മറ്റുള്ള പരിചയക്കാരോ ഒന്നും അറിയാതെ തന്നെ ഇവർ 300 രൂപ 400 രൂപ മുടക്കും. പക്ഷേ വെറുതെ ആണ്, ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല. ഒരു കമ്പനികൾക്കും അങ്ങനെ തരാൻ കഴിയത്തില്ല 300 രൂപ 400 രൂപയ്ക്ക്. അടുത്ത ഒരു സുഹൃത്തിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം 15,000 രൂപ വില വരുന്ന ഒരു പട്ടുസാരി ഓർഡർ ചെയ്തു. ഇതേപോലെ തന്നെയാണ് പട്ടുസാരി, 15,000 രൂപയുടെ പട്ടുസാരി 4,000 രൂപയ്ക്ക്. അത് ഓഫറുകൾ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 2-3 ദിവസമേ ഉള്ളൂ. അദ്ദേഹം കേട്ട പതി കേൾക്കാത്ത പതി 4,000 രൂപ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ വന്നതോ 100 രൂപ മാർക്കറ്റിൽ വിലയുള്ള പോളിസ്റ്ററിന്റെ ഒരു സാരിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൽ നിന്ന് എത്ര രൂപയാണ് അവർക്ക് കിട്ടിയത്. ഇതേപോലെ തന്നെ ഒരു മിനിറ്റിൽ ലക്ഷക്കണക്കിന് ആളുകളാണെങ്കിൽ പറ്റിക്കപ്പെടുന്നത്. നിങ്ങളും അതിന്റെ ഒരു ഇരയായിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളവർ ഇതിന്റെ അകത്തൊന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പലരും ഇത് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് നമ്മൾ മുടക്കിയ ഇത്. പിന്നെയുള്ള സൈറ്റുകൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ആമസോൺ, ഫ്ലിപ്കാർട്ടിനെ വെല്ലുന്ന സൈറ്റുകളാണ്. നിങ്ങൾക്ക് പലരും നിങ്ങൾ കയറിയിട്ടുണ്ടായിരിക്കും അങ്ങനെ സൈറ്റുകളിൽ. നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫർണിച്ചറുകൾ, ഇഷ്ടംപോലെ സംഭവങ്ങൾ, അത് ഓർഡർ ചെയ്ത കൃത്യം ട്രാക്കിംഗ് അഡ്രസ് എല്ലാം നമുക്ക് തരും. പക്ഷേ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാൻ പോകും, ഒരു കാരണവശാലും അതിലേക്ക് എത്തത്തില്ല. ആ ഡൊമൈൻ തന്നെ അവർ ചേഞ്ച് ചെയ്ത് കളയും. അതുപോലെ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും ഒരുപാട് പേര് ഈ ഫർണിച്ചർ ഐറ്റംസിന് പുറകെ പോകാറുണ്ട്. കസേരകൾ ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ 8,000-10,000 രൂപയുള്ള ചെയറിനൊക്കെ വെറും 600 രൂപ 700 രൂപ നല്ല നല്ല തേക്ക് തടിയിൽ ഉണ്ടാക്കിയെന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ഒരുപാട് ടേബിള്, കട്ടിലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. വെറും 600 രൂപ 700 രൂപ. ഇതുപോലെ തന്നെയാണ് സംഭവം. നമ്മളിത് ചാടി കയറി ഒരു വീട്ടിലേക്കുള്ള കാര്യം, ഒരു കസേര അല്ല നേരം മേടിക്കുന്നത്. 600 രൂപയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു 10 കസേരയായിരിക്കും വാങ്ങുന്നത്. ഈ 8,000 രൂപയുടെ കസേര 600 കിട്ടുമ്പോൾ ഒരു കസേരയായിട്ട് എന്തായാലും വാങ്ങാൻ നിൽക്കത്തില്ല പലരും 5 മുതൽ 10 കസേരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരൊറ്റ അടിക്ക് 6,000 രൂപ അവർക്ക് കിട്ടി. അവര് ഇതിനൊന്നും നിങ്ങൾക്ക് ഒന്നും അയച്ചു തരത്തില്ല. ചിലപ്പം മറ്റേന്റെ അകത്തൊക്കെ സാരിയൊക്കെ വന്നു. ഇതിന്റെ കേസ് നിങ്ങൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. 2-3 വർഷമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. ഒരു കസേരയ്ക്ക് അല്ലെങ്കിൽ 2 കസേരയ്ക്ക് വേണ്ടി ഒരിക്കലും കസേരകൾ നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. നിങ്ങൾ മടുക്കും. ഇപ്പൊ അടുത്തതായിട്ടുള്ള പുതിയൊരു രീതി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് സംഭവങ്ങൾ വരും. എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായമുള്ള ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു 800 രൂപയോ 900 രൂപയോ അല്ലെങ്കിൽ 1,500 രൂപയുടെ സംഭവം വന്നിട്ട് നിങ്ങളോട് പറയുക, നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപ പേയ്മെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും മോനായിരിക്കും അല്ലെങ്കിൽ മോളായിരിക്കും അല്ലെങ്കിൽ കൊച്ചുമക്കൾ ആരെങ്കിലും ആയിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഇത് പേയ്മെന്റ് ചെയ്യും. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത സംഭവം നിങ്ങൾ പൊട്ടിച്ചു നോക്കും. ഇതിനകത്ത് ചിലപ്പോൾ ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു 50 രൂപയുടെ സംഭവം നിറച്ചിരിക്കും. വെറുതെ ഇതും വ്യാജമാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. പലരും ഇതിനകത്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ക്യാഷ് ഓൺ ഡെലിവറി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം, ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അടുത്തിടയ്ക്ക് നമ്മുടെ അടുത്തൊരു വീട്ടില് അദ്ദേഹം ദൂരെ എങ്ങോട്ട് യാത്ര പോയിട്ട് വന്നതാ. ദൂരെ യാത്ര പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് തന്നെ ഈ ക്യാഷ് ഓൺ ഡെലിവറി, അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പൊ 500 രൂപയുടെ ഒരു സംഭവം ക്യാഷ് ഓൺ ഡെലിവറി ആരോട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ വെച്ച് മക്കളുമാർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യും. അത് ഒന്നും നോക്കിയില്ല, 500 രൂപ കൊടുത്തു സാധനം മേടിച്ചു. അദ്ദേഹം നോക്കിയപ്പോഴും ഒരു ചെറിയ ഇത്രയുള്ള ഒരു സ്ട്രാപ്പ്
വെറും 25 രൂപ പോലും വിലയില്ലാത്തൊരു സ്ട്രാപ്പ് അദ്ദേഹത്തിന് അബദ്ധം പറ്റി. ഇതൊന്നും കംപ്ലൈന്റ് ചെയ്യാൻ പിന്നെ പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ 500 രൂപയ്ക്ക് വേണ്ടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവുക അല്ലെങ്കിൽ അടുത്ത അങ്ങനെ പോവുക, അങ്ങനെ ആരും പോകത്തില്ല. അത് പോകത്തില്ലെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാന്നുള്ള, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് സംഭവങ്ങൾ എത്തിക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി 1 ലക്ഷം രൂപയുടെ സംഭവം ഒരു 10 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കൂടെ കയറി വാങ്ങരുത്. നമുക്ക് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ രീതിയിൽ തന്നെ അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ വരെ മാറ്റിയുള്ള സൈറ്റുകൾ തുടങ്ങും. അപ്പോൾ നമുക്ക് കണ്ട പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് വാങ്ങാവൂ. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ ഇങ്ങനെയുള്ള സൈറ്റുകൾ. അപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന വാർത്തകൾ ഇത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെടരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി കൃത്യമായി ഉറപ്പ് വരുത്തിയതിന് ശേഷമുള്ള സാധനങ്ങളെ വാങ്ങാം. ഒരിക്കലും ഇങ്ങനെയുള്ള പ്രലോഭനകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങരുത്. ഇനി അടുത്തതായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കളിപ്പിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമാണ്. അപ്പോൾ ഈ കൃഷി ഉപകരണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച് നമ്മളെ കളിപ്പിക്കപ്പെടും. ഇത് വരത്തില്ല ഇങ്ങനെ സംഭവങ്ങൾ. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,000, 1,500 രൂപയുടെ പല്ലുണ്ടല്ലോ നമ്മുടെ ഈ കാർഡുകളൊക്കെ കളയുന്നത്, അത് ഓർഡർ ചെയ്തു അടുത്തൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ വെറും 50 രൂപയുടെ ചെറുതായിട്ട് ഈ ദ്രവിച്ച് തുരുമ്പിച്ചിരിക്കുന്ന കുറച്ച് ഇരുമ്പിന്റെ കഷ്ണങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ഓർഡർ. അപ്പം നിങ്ങൾക്ക് ഈ കൃഷി ഐറ്റംസ് ഒക്കെ ഓർഡർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ കടകളിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാം. ഒരിക്കലും ഇങ്ങനെയുള്ള സൈറ്റുകളൊന്നും ഓർഡർ ചെയ്യരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മലയാളികൾ എന്ന് പറയുന്നത് പ്രബുദ്ധരാണ്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. കാര്യം ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്ത് ചെന്നാലും കേരളത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടോ അങ്ങനെയുള്ള വളരെ അറിവുള്ള വ്യക്തികളായിട്ടാണ് അവർക്കെല്ലാം അറിയുന്നത്. പക്ഷേ ഈ കളിപ്പിക്കപ്പെടുന്നത് ആരാണെന്ന് പറയാം, ഇങ്ങനെയുള്ള കളിപ്പിക്കാൻ വരുന്നത് ഈ വിദ്യാഭ്യാസം കുറഞ്ഞ, തീരെ വിദ്യാഭ്യാസമില്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് നമ്മളെ പറ്റിപ്പിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരുന്നത്. അവരിങ്ങോട്ട് വന്നിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മളെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രലോഭിപ്പിച്ച് അവർ പറ്റിക്കപ്പെടുമെന്ന്. അപ്പോൾ സോ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എത്ര വിദ്യാഭ്യാസം നേടിയിട്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഇരയായി തീരുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സംഭവം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ള, ഞാൻ അതേ സൂചിപ്പിച്ചതിനോട്ട് ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം അറിവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് ചെറിയൊരു തുമ്പ് വെച്ചിട്ടുണ്ട് അവർ നമ്മളെ കളിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ പറ്റിക്കപ്പെടരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ആ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുത്ത അറിവുകളെല്ലാം നമ്മൾ ഇതിന് ഉപയോഗിക്കണം. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കാമെങ്കിൽ ഇതിൻ്റെ ഒക്കെ സൈഡുകളിലൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെയാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് കണ്ട പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യുന്ന രീതിയിലാണ്, ആകർഷകമായിട്ടുള്ള രീതിയിലാണ് അവർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെയൊക്കെ സൈഡുകളുണ്ട്. ഇന്നോ നാളെയോ ഒക്കെ എന്നുള്ള രീതി നിങ്ങൾക്ക് ഇതെല്ലാം ഡിസ്പ്ലേ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനുള്ള അവസരം തരും നമുക്ക്. അപ്പോൾ സോ നിങ്ങളതെല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഇങ്ങനെ അവസ്ഥ വരരുത് എന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ അവരും ഇത് കാണട്ടെ. എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നതും ഇങ്ങനെയുള്ളവരെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക്, നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ മുഴുവൻ ഇത് അയച്ചു കൊടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.